ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിൽ 607 പാരഗ്രാഫിൽ ഫൗസ്റ്റീനമ്മ തനിക്കുണ്ടായ വലിയ ബുദ്ധിമുട്ടിനെക്കുറിച്ചും ദുരിതത്തെക്കുറിച്ചൊക്കെ പറയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയാം, 607 പാരഗ്രാഫിൽ, എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലും എൻ്റെ ഏറ്റവും വലിയ ദുരിതത്തിലും എൻ്റെ ആത്മീയ സമാധാനം, എൻ്റെ ആന്തരിക സമാധാനം, എൻ്റെ ആന്തരിക സമചിത്തത, ആ ഒരു ബാലൻസ് ഞാൻ കളഞ്ഞില്ല എന്ന്. നമുക്ക് ഫൗസ്റ്റീനാമ്മയെ പോലെയൊക്കെ തന്നെ പറയാനുണ്ടാവും. ഓരോ ദിവസവും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മളതിനെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫൗസ്റ്റീനാമ്മയിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്. എത്രയൊക്കെ ദുരിതങ്ങളും എത്രയൊക്കെ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും വന്നാലും നിങ്ങളുടെ ആ ഒരു സമചിത്തത, നിങ്ങളുടെ ഒരു ബാലൻസ്, നിങ്ങളുടെ ആത്മീയ സമാധാനം, ഉള്ളിലുള്ളൊരു സമാധാനം, ഈശോ തന്നിട്ടുള്ളൊരു സമാധാനം ഉണ്ടല്ലോ, അത് കളയരുതെന്ന്. എളുപ്പമല്ല പറയുമ്പോൾ, പക്ഷേ എപ്പോഴും ഓർത്ത് നോക്കിയേ, നമുക്ക് എപ്പോഴും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുന്ന ജീവിതങ്ങളൊന്നും അല്ലല്ലോ, ദിവസങ്ങളൊന്നും അല്ലല്ലോ. എത്രയൊക്കെ വേദനകളും ദുരിതങ്ങളും ഒക്കെ നമ്മളിങ്ങനെ വീർപ്പും മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും, അത് നമ്മളിങ്ങനെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ ആന്തരിക സമാധാനം നഷ്ടപ്പെടുത്തി കളയരുതെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, സമാധാനം തരുന്ന ആരാണ്? ഈശോയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഈ സമാധാനം നഷ്ടപ്പെട്ടു, ഈശോ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തന്നെ ഞാൻ അങ്ങ് ആകുലപ്പെട്ടു പോവാണ്, ഞാൻ തകർന്നു പോവാണ്, എനിക്ക് ടെൻഷൻ വരികയാണ്, എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോവാണ്, എന്നെ ഒന്ന് സഹായിച്ചേക്കണേ, ആ സമാധാനം എനിക്കൊന്ന് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഫൗസ്റ്റീനമ്മ പറയാണ് ഈ 607 പാരഗ്രാഫിലെ, ഞാനങ്ങനെ എനിക്ക് ഇത്രയും ദുരിതങ്ങൾ വന്നപ്പോഴും എൻ്റെ ആത്മീയ സമാധാനം, എൻ്റെ ഉള്ളിലുള്ള സമാധാനം ഞാൻ കളയാതെ ആ ബാലൻസ് കീപ്പ് ചെയ്ത സമയത്ത് എൻ്റെ പ്രതിയോഗിയുടെ മുട്ട് കുത്തേണ്ടി വന്നു, എൻ്റെ പ്രതിയോഗി തോൽവി സമ്മതിക്കേണ്ടി വന്നു, എൻ്റെ ആത്മധൈര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു, എന്നെ തകർക്കാൻ ശ്രമിച്ച പ്രതിയോഗി മുട്ടുമടക്കിയത്. നമുക്കിത് വരും അല്ലേ, നമ്മൾ നന്നായിട്ടിരുന്നാലും നമ്മൾ എങ്ങനെ ജീവിച്ചാലും നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കളുണ്ടാവും. പ്രത്യേകിച്ച് സാത്താൻ പല പ്രലോഭനങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരും. പക്ഷേ ഈ പ്രതിയോഗി മുട്ടുമടക്കണം എന്നെ ചെയ്യണം? ഇയാൾക്ക് എന്തു ദുരിതം, ഇയാൾക്ക് എന്ത് സമാധാനക്കേട് കൊടുത്താലും ഈശോ കൊടുത്തൊരു സമാധാനം ഇയാളുടെ ഉള്ളിലുള്ളതുകൊണ്ട് ആ ആത്മശക്തി ചോർന്നു പോകാതെ ഇയാൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അത് മനസ്സിലാക്കി പ്രതിയോഗി മുട്ടുമടക്കുക തന്നെ ചെയ്യും. എല്ലാ ദിവസവും വരും സങ്കടങ്ങൾ. ഈ തിന്മ വരുന്ന സമയത്ത് നമ്മുടെ ആത്മശക്തി വർദ്ധിക്കാനുള്ള ഒരവസരമാക്കി ഇത് മാറ്റണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പൗലോസിനെ നമ്മളോട് പറഞ്ഞു തരുന്നില്ലേ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. തിന്മകൾ ഇഷ്ടം പോലാണ്. നന്മ എന്താണ്? ഏത് തിന്മ വന്നാലും, ഏത് വെല്ലുവിളി വന്നാലും, ആര് നമ്മളെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചാലും, തിന്മ നമ്മളെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചാലും, ആ ദുരിതങ്ങളെല്ലാം നമുക്ക് ശക്തി പ്രാപിക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റണം. അവർ തിന്മ ചെയ്യുന്നു, അവർ സങ്കടപ്പെടുന്നു, അവർ വേദനിപ്പിക്കുന്നു, വെല്ലുവിളിക്കുന്നു, പിശാച് നമ്മളെ വലിച്ച് താഴെ ഇടാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ സമചിത്തത, ഒരു ബാലൻസ്, ഒരു സമാധാനം ഈശോ തന്നിട്ടുള്ളത് കൊണ്ട് ഈ വേദനകളെല്ലാം നമ്മൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൗസ്റ്റീനമ്മ പറഞ്ഞ കാര്യം, പൗലോസ്ലീഹ പറഞ്ഞ കാര്യവും കൂടെ ഒരുമിച്ച് ചേർക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോ എനിക്ക് ആ സമാധാനം തരണം, എന്നാ വന്നാലും എനിക്കൊന്ന് എൻ്റെ ബാലൻസ് വിട്ടുപോകാതെ ഒന്ന് പിടിച്ച് നിൽക്കാൻ ഒരു കൃപ തരണമെന്ന്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. പ്രലോഭനങ്ങൾ വരും, വെല്ലുവിളികൾ വരും, നിങ്ങളുടെ ആത്മധൈര്യം കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പ്രതിയോഗി മുട്ടുമടക്കണം. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന എന്തും ആവട്ടെ, രോഗങ്ങളോ വേദനകളോ ദുഃഖങ്ങളോ എന്തും വരട്ടെ, ആ പ്രതിയോഗി നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. എപ്പോൾ? ഇയാൾക്ക് ഇത്രയും വേദന കൊടുത്തിട്ടും ഇയാൾക്ക് ഇത്രയും വെല്ലുവിളി കൊടുത്തിട്ടും ഇയാൾ തോറ്റു കൊടുക്കണില്ല എന്ന് മനസ്സിലാക്കി പ്രതിയോഗി മുട്ടുമടക്കും. നമ്മൾ തോറ്റു കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ തോറ്റു പോകാത്തതിൻ്റെ കാരണം എന്താ? ഈശോ തന്ന സമാധാനം, ആ ഒരു ബാലൻസ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്. പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്ക് കൂടുതൽ കൃപയോടെ ശക്തിയോടെ ഓരോ ദിവസവും വരുന്ന വേദനകളെ അതിജീവിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകുന്ന ഒരു സമാധാനത്തിൽ, കർത്താവ് നൽകുന്ന ഒരു സമചിത്തതയിൽ ഈ പ്രശ്നങ്ങളെയും പ്രതിയോഗികളെയും എല്ലാം അതിജീവിക്കാൻ, ഓരോ വേദനകളും ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങളാക്കി മാറാൻ, തിന്മയെല്ലാം നന്മയാക്കി മാറ്റാനുള്ള കൃപ ഈശോ നൽകട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.